എങ്ങനെയുണ്ട് ഏട്ടാ? നീ തന്നെ വരച്ചതാണോ? അതേട്ടാ, ഞാനാ വരച്ചത്. സിംഗിൾ കളറിന് 20 ലക്ഷം കൊടുത്തില്ലേ? ഇതിന്റെ അകത്ത് കുറെ കളർ ഇട്ടിട്ടുണ്ട്. ഒരു 4-5 കിട്ടുമായിരിക്കും. അറ്റ്ലീസ്റ്റ് 2 ലക്ഷം. എന്ത് മനസ്സിൽ കണ്ട ഇത് വരച്ചത്? സൃഷ്ടിയുടെ അർത്ഥമൊക്കെ നിശ്ചയിക്കുന്ന പ്രേക്ഷകരാ. വരച്ച ആളുടെ അടുത്ത് ചോദിക്കരുത്. എങ്ങനെയുണ്ടായ? സൂപ്പർ അല്ലേ? ബാത്റൂമില് ബ്രഷ് കാണാതെ ഞാൻ ഒരുപാട് നോക്കി. നീയാണ് എടുത്തല്ലേ? ആയോ, എന്റെ വായിന്ന് വല്ലതും കേൾക്കണ്ടെങ്കിൽ പൊയ്ക്കോ. നീ ഇതെടുത്തോണ്ട് വീടിന് പുറത്തു വെക്കേ. ദൃഷ്ടിയെങ്കിലും കിട്ടാതിരിക്കും. പടം വരച്ചു വെച്ചിരിക്കുന്നു. വലിയ കേമാന്ന വിചാരം. അയ്യോ അങ്കിൾ, രാവിലെ ഷാർജയിൽ അൻവറിന്റെ ഫോൺ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വേക്കൻസി ഉണ്ടെന്ന്. ഒരു 3 മാസത്തിൽ അവിടെ ചെല്ലണമെന്ന്. ഏർപ്പാടൊക്കെ അങ്കിൾ ചെയ്തേക്കണേ. എടേ, എന്തിനാടാ ഇങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്നത്? അങ്കിളെ, ബാലൻസ് ഇപ്പൊ തീരും. ഈസി ചെയ്തേക്ക്. 500 രൂപയ്ക്ക് ഒരു മസാല ഓംലേറ്റ്. നീ പോകുവാണോ? ഇപ്പൊ അല്ല, 3 മാസം കഴിഞ്ഞിട്ട്. വിക്രം, നീ എന്നെ അവോയ്ഡ് ചെയ്യാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. ദിവസവും നിന്നെ മനസ്സിലോർത്താൻ ഞാൻ ഉണരുന്നത്. അയ്യോ, ആയാ, കേട്ടായിരുന്നോ? പണം ഉണ്ടെന്ന് കേട്ടാ മതി. പെമ്പിളൊരു ക്യൂവാ. എന്താ? ഇത്രയും നാൾ ഒരു പെണ്ണുപോലെ എന്നെ നോക്കാത്തതിന്റെ കാരണം ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. എന്താന്ന് പറയടാ? കേട്ടില്ലേ? കീർത്തി എന്നെ വളയ്ക്കാൻ ശ്രമിക്കുക. ഇങ്ങനൊരു എടാ, വെറുതെ വിഡിത്തം പറയാതടാ. അറിവില്ലെങ്കിൽ സംസാരിക്കരുത്. ആ കുട്ടിയെ സാറിന് വന്ന ലെറ്റർ വായിച്ചു കൊടുത്തോണ്ടിരിക്കുക. ലെറ്ററാ? ഇവനെയൊക്കെ. ഏത്? ആ ബ്ലൂ ലെറ്ററാ? പേഴ്സണൽ? അതാ? ആ, അതന്നെ. എന്താ കാര്യം? എടാ, പ്രോമിസ്, ആരോടും പറയരുത് നീ. പ്രോമിസ്, പ്രോമിസ് പറയ്. നമ്മുടെ സാറേ പെയിന്റിംഗ് എക്സിബിഷന് പോവാറില്ലേ? അവിടെ വെച്ച് ഒരു ചിത്രം ഒരുപാട് ഇഷ്ടമായി. ഉടനെ പടം വരച്ച ആൾക്ക് ലെറ്റർ അയച്ചു. ആ ചിത്രം വരച്ചതാരാന്നറിയോ? ഒരു സ്ത്രീ. സൂപ്പർ. 1 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ മറുപടിയായിട്ട് നീണ്ടുപോയി. എന്നിട്ട് 6 മാസത്തിന് മുമ്പ് നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നേരിലൊന്ന് കാണണമെന്ന് ആ സ്ത്രീ സാറിന് ലെറ്റർ അയച്ചു. അങ്ങനെ വരട്ടെ. അത്രേ ഉള്ളൂ. സാറ് ലെറ്റർ അയക്കുന്ന അപ്പ തന്നെ നിർത്തി. അത് ശരി. ആ പെണ്ണ് മാത്രം എടുത്തു നിർത്താതെ എന്നും ഇങ്ങനെ ലെറ്റർ അയക്ക. 2 വർഷമായിട്ട് മുഖം പോലും കാണാതെ ലെറ്റർ. അതെങ്ങനെ? പോയി സാറിനോട് ചോദിക്കേ. ആ, കറക്റ്റ്. അയ്യോ, പോവല്ലേ, തമാശക്ക് പറഞ്ഞതാ, പോവല്ലേ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ദിവസം നിന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ശ്രീനു, ഒരു 5 മിനിറ്റ് പുറത്ത് നിൽക്ക. എന്താ പറഞ്ഞേ? ശ്രീനു, ഞാൻ പറഞ്ഞത് കേട്ടില്ല. എന്താ ഇത്? പേഴ്സണലാ? പേഴ്സണൽ ആണെങ്കിൽ ആദ്യം ഇത് ഓഫ് ചെയ്ത് വെക്കണം. പേഴ്സണലൊക്കെ ഇപ്പൊ പബ്ലിക് ആയി. ഇപ്പൊ ലൗഡ് സ്പീക്കർ വെച്ച് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുക.